കളിച്ചു, എൻ്റെ എഡ്ജ് എടുത്ത് ബാക്കിൽ പോയി. ഇത് ആരുടെ കോളായിരിക്കും? 30 യാർഡ് സർക്കിളിൻ്റെ ഉള്ളിൽ മ്യൂച്വൽ കോളുകളാണ്. നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്, എടാ അവൻ്റെ കോളായിരുന്നില്ലേ, നീ എന്താ ഓടാതിരുന്നേ? എങ്ങനെ നമുക്ക് ഒരാളുടെ കോള്, ഇത് സ്ട്രൈക്കറുടെ കോളാണോ നോൺ സ്ട്രൈക്കറുടെ കോളാണോ എന്ന് നമുക്ക് എങ്ങനെ ഡിസൈഡ് ചെയ്യാം? ഇപ്പം ഞാൻ ബാറ്റ് ചെയ്യാൻ നിൽക്കുന്നു, ഇതാണ് ബാറ്റിംഗ് എൻ്റെ, അവിടെ ബോളിംഗ് എൻ്റെ. ഞാൻ കളിച്ചു, എൻ്റെ എഡ്ജ് എടുത്ത് ബാക്കിൽ പോയി. ഇത് ആരുടെ കോളായിരിക്കും? ഇത് നോൺ സ്ട്രൈക്കറുടെ കോളാണ്. വൈ? നോൺ സ്ട്രൈക്കർ എങ്ങനെ നിൽക്കുന്നത്? ഈസ് ലുക്കിംഗ് അറ്റ് മീ, റൈറ്റ്? അപ്പോൾ അയാൾ എന്നെ നോക്കിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അയാൾക്ക് ഈസി ആയിട്ട് അവിടെ പോയത് കാണാൻ പറ്റും. അപ്പോൾ നോൺ സ്ട്രൈക്കർ പറയാണ് റൺ എന്ന് പറയേണ്ടത് ബാക്കിൽ പോയാൽ അത് നോൺ സ്ട്രൈക്കറുടെ കോളാണ്. നമ്മൾ ഫോർവേഡ് പോയാലോ, നമ്മുടെ ഫ്രണ്ടിൽ പോയാൽ അത് സ്ട്രൈക്കറുടെ കോളാണ്. ഇയാൾക്കാണ് കുറച്ചും കൂടി വിഷൻ കൂടുതൽ ഇയാൾക്കാണ്. അതേപോലെ തന്നെ മ്യൂച്വൽ ആയിട്ടുള്ള കോളുകൾ 30 യാർഡ് സർക്കിളിൻ്റെ ഉള്ളിൽ മ്യൂച്വൽ കോളുകളാണ്. രണ്ടാളും അവനവൻ്റെ ടീം മെമ്പറിൻ്റെ കപ്പാസിറ്റി അറിയണം. അപ്പുറത്തെ ആൾക്ക് സ്പീഡിൽ ഓടാൻ പറ്റാണ്ട് നമ്മൾ അടിച്ചിട്ട് എന്ന് പറഞ്ഞ് ഓടി, നമ്മൾ ഒറ്റയ്ക്ക് 2 റൺ ഓടിയിട്ട് കാര്യമില്ല. അപ്പുറത്തെ ആളും ഓടി ഇവിടെ എത്തിയാലേ നമുക്ക് ആ റണ്ണ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ടീംമേറ്റ്സിനെ എപ്പോഴും കൺസിഡർ ചെയ്യണം റൺ ഓടുമ്പോൾ. ഒപ്പം നമ്മൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് ഫ്രണ്ട് ഓഫ് ദ വിക്കറ്റ് സ്ട്രൈക്കറുടെ കോളാണ്, ബാക്കിലേക്ക് പോകുന്നത് നോൺ സ്ട്രൈക്കറുടെ കോളാണ്. ഇപ്പോൾ രണ്ടാമത്തെ കോൾ വരും. ഇപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തു, ബാക്കിൽ പോയി. അപ്പോൾ നമ്മൾ ഓടി ബാക്കിൽ പോയി, ലെഫ്റ്റ് ഹാൻഡിൽ ബാറ്റ് വന്നു. നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് കാണാം, നമ്മൾ നോക്കും, അപ്പോൾ ഇപ്പോൾ ആരുടെ കോളാണ്? ഇപ്പോൾ ആരാണോ ബോളിംഗ് എൻഡിലുള്ള അയാളുടെ കോളാണ്. അയാൾക്ക് കാണാൻ പറ്റും ബാക്കിൽ എന്താണ് സംഭവിച്ചത്. അപ്പോൾ ഇവിടുത്തെ ആൾക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആവണമെന്നില്ല. അപ്പം ഡേഞ്ചർ ഏരിയയിലേക്ക് ആരാ വരുന്നത്? ഇവിടുന്ന് റൺ ഓടിയ ആളാണ് ഡേഞ്ചർ ഏരിയയിലേക്ക് കയറി വരിക. അപ്പോൾ അയാൾക്കറിയാം ഇത് ഓടിയാൽ എത്തോ ഇല്ലേ. ഓടിയാൽ എത്തും ആണെങ്കിൽ യെസ്, ഓടിയാൽ എത്തില്ല എന്നാണെങ്കിൽ നോ.